അപ്പൊ നമ്മള് നൈസായിട്ട് കുത്തിക്കയറി പോകേണ്ട വരും. ഇവരൊക്കെ എന്തോ സീനായിട്ട് നിൽക്കണം ഇവിടെ. നേരെ പോവാം. ഭാഗ്യം കൊണ്ട് അവർക്ക് ഒന്നുമില്ല, നമ്മള് രക്ഷപ്പെട്ട് അവരിൽ നിന്നും വന്നു. ആടുന്ന വഞ്ചിയിൽ ഓടുന്ന കുതിര കേട്ടോ, വിഷയം സാധനങ്ങളാണ്. നൈസ് വഞ്ചി. ഒരു കൂട്ടാൾക്കാരിൽ ഇരുന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കനാലസുകളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അവരുടെ പോലെ. ഇന്ന് വൈകിട്ടത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാണ്. ഒന്ന് ഡോഗീസ് പാലസും പിന്നെ പിയാസ സാൻ മാർക്കോ എന്ന് പറഞ്ഞ സ്ഥലവും. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. മറ്റേ ഫെറിയിലാണ്, ഫെറിയ ബോട്ടോ അതിലാണ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഉണ്ട്, അതായിട്ട് നേരെ പോവാം. കാര്യം സെയിം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് 2 ഡയറക്ഷൻ. അപ്പോൾ ഒരെണ്ണം കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് കാണാം. ഈവനിങ് ആകുമ്പോൾ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ചെറുത് മേടിച്ച് കഴിച്ച് 2 ബീറൊക്കെ അടിച്ച് ചില്ലായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. റൂമിൽ ലൈറ്റൊക്കെ അടിച്ചിട്ട് നേരെ റൂം അടച്ച് പോവാം അവിടേക്ക്. ഓക്കെ, നമ്മളിങ്ങനെ കൊറിഡോറിൽ കൂടെ നടന്ന് പോവാ. പറഞ്ഞ പോലെ നൈസ് വൈബാണ് കണ്ടത്. ഒരു അതെ, ആംബിയൻസ് കൊള്ളാം. ഇപ്പൊ ലിഫ്റ്റ് ഉണ്ടെങ്കിലും ലിഫ്റ്റിൽ പോകാനായിട്ട് ഒരു ഇല്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറുള്ള. നമുക്ക് നേരെ സ്റ്റെയർ ഇറങ്ങാം. ഇവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല തരണ്ടേ, ഡിന്നറും ലഞ്ചും കൂടി തരേണ്ടതായിരുന്നു. അതിനുള്ള പൈസ നമുക്ക് എക്സ്ട്രാ ഒന്നും അറിയുന്നില്ല. പുറത്ത് പോയിട്ടുണ്ടല്ല, പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണ് പൊട്ടാവുന്ന വിലയും. നമ്മുടെ മാൾട്ടയിലെ ഒരു പിസയുടെ സ്ലൈസിന് 2 രൂപയാണെങ്കിൽ ഇവിടെ അതിനൊക്കെ ചെറിയ സ്ലൈസിന് 7 രൂപ 8 രൂപയാണ്. അഫോർഡബിൾ അല്ല ഒരിക്കലും. അത് ഞങ്ങളിപ്പോൾ റൂം എടുത്തേക്കുന്നത് വെനീസിലെ മെയിൻ സെൻറ്ററിലാണ്. അതുകൊണ്ടാണ് അവിടെ 285 യൂറോ 2 ദിവസത്തേക്ക് റെന്റ് വന്നു റൂമിന് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അതായത് നമ്മുടെ ഡോറ് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ഉണ്ടോ, നമ്മുടെ മാൾട്ടയിലെ പോലെ തന്നെ കെട്ടിടങ്ങൾ, ഫുൾ കെട്ടിടങ്ങൾ, സെയിം ലൈക്ക് മാൾട്ട. ഫ്രണ്ടിലേക്ക് കാണിച്ചു കൊടുക്ക്. ഈ വ്യൂ ഇത് കണ്ടോ, വഴി ഞാൻ എടുക്കാം, നീ നടന്നോ, കാണിച്ചു കൊടുക്കാറ്. ഈ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും. അവിടെ ആൾക്കാർ ഇന്ന് സ്മോൾ അടിക്കുന്നു ആസ് യൂഷ്വൽ, സെയിം ലൈക്ക് മാൾട്ട. യെസ്. ഇവിടെ നേരെ നടന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെറിയൊരു കനാലും കുറേ ബോട്ടുകളും കാണാം. ആ വഴി നേരെ ചെന്ന് എൻ്റെ ആവുന്നത് കണ്ട ഈ ഒരു കനാലിൻ്റെ അവിടെയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ പോലെ ഒരു സെറ്റപ്പാണ്. ഇവിടെ മൊത്തം കടകളും സാധനങ്ങളൊക്കെയാണ്. അതായത് തൊപ്പിയും, കണ്ണട തൊപ്പി, അതുപോലെ ലാൻഡ് മാർക്സ്. തൊപ്പി നീ മേടിച്ച കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണതിനാ വൈ ബട്ട് വൈ. ഇപ്പൊ ഇതാണ്ട നിറച്ച് പോട്ടാ. മാൾട്ടയിലും നിറച്ച് പോട്ട്, ഇവിടെ നിറച്ച് പോട്ട്. എന്ത് എത്ര രൂപ? 24 യൂറോസ്, 12 യൂറോസ്. ഇത് കൂടുതലടി വാ, ഹയർ പ്രൈസ് ഹിയർ. സോ സി ഇതുപോലെയുള്ള ബോട്ടിലാണ് നമ്മളിപ്പോ അവിടേക്ക് പോകാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ ബോട്ടിന്റെ ഏത് ടെർമിനലാണ് നമുക്ക് കയറേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് കാർഡ് ഉണ്ട്, അത് വെച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നൈസായിട്ട് കണ്ടുപിടിക്കട്ടെ ആദ്യം ഏത് ടെർമിനലിൽ നിന്നാണ് കയറേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മളെ ഫെറിയുടെ 5.1 സീയിലേക്ക് എത്തിയിട്ട് ഇതാണ് കയറേണ്ടതെന്ന് പറഞ്ഞത്. ഇവിടെ ഫുള്ള് ക്യൂ ആയി. അത് ഫെറിയാണോ? ആടോണ്ടല്ലോ, ഫെറിയല്ലല്ലേ ഇത്, ക്യൂലേക്ക്. അപ്പൊ നമുക്ക് ഇതിലാണ് കയറേണ്ട. അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ട്. 5.1 ഇവിടെ ക്യൂവിൽ ഇതിട്ട് കയറാം. ചെയ്താ നമ്മള് ഫെറിയുടെ അത് കയറാണ്. വലിയ വലിപ്പൊന്നുമില്ല, സാധാരണ ഫെറിയാണ്. മിക്കവാറും അത് നിറഞ്ഞു തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം, കയറാൻ പറ്റില്ല. ഇടയിൽ കയറി കഴിഞ്ഞാൽ തെറിയേക്കും. അപ്പൊ നമ്മള് ക്യൂവിൽ തന്നെ കയറാൻ ശ്രമിക്കുക. അപ്പൊ അവിടുത്തെ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരെ
അടുത്തത് തന്നെ ഒരു നിൽക്കുന്നത്. നമുക്ക് ആ ബോട്ടിലേക്ക് കയറാം, നമുക്ക് ബാക്കിലേക്ക് പോവാം. ഓൾറെഡി അവിടെ പീപ്പിൾസ് ഉണ്ട്, അപ്പൊ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇരിക്കാം, കുഴപ്പമില്ല. അപ്പൊ അതേ നമ്മള് ഇവിടെ എത്തിയുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന എങ്ങനെയാണെന്ന് പോവാം. എത്ര 4ാമത്തെ സ്റ്റോപ്പ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടത്തെ കാഴ്ചകൾ കണ്ട് നൈസായിട്ട് പോവാം. ബാക്കില് ചുമ്മാ കാണിച്ചാണ് ഞാൻ. അത് റിസർവുകളൊന്നും അയക്കില്ല, അക്ക വന്ന് തന്നെ ആയിരിക്കുള്ളൂ. നമുക്ക് ബോട്ട് എടുത്തിട്ട് എങ്ങനെയാണ് പോണേന്നുള്ളത് നമുക്ക് ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഭയങ്കര സ്പീഡിലൊന്നും പോകണില്ല ഇവര്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോണേ. വെള്ളത്തിലൂടെയാണല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ഭയാനകപരമായ തിരക്കൊന്നും പറയാനില്ല. അപ്പൊ നമ്മളെ 5ാമത്തെ സ്റ്റോപ്പാണ് സെന്റ് മാർക്കോസ് ആൻഡ് സക്രിയ എഫ്. ഇവിടെ ഒരു അടിപൊളി ആർച്ച് പോലെ എന്ന് പറഞ്ഞിട്ടില്ല. ഓപ്പോസിറ്റ് വേറെ കുറെ ബോട്ടുകൾ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. അതിൻ്റെ ഉള്ളിൽ AC ഫാനൊന്നും ഇല്ലാത്തോണ്ട് നല്ല ചൂടുണ്ട്. അപ്പുറ സൈഡിൽ വേറെ നമ്മള് ക്യാപ്റ്റന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ, ഓടിക്കുന്ന ആളുടെ അടുത്ത് കമ്പനി അടിക്കാനൊന്നും നോക്കാനില്ല, നമുക്ക് ഉള്ള സമയത്ത് സ്ഥലത്ത് നോക്കാന. ഇതാണ് കപ്പലല്ല, ബോട്ടിന്റെ ഫ്രണ്ടിലത്തെ വ്യൂ. ഏതൊരു വലിയ കനാലിൽ നിന്നും വലിയ കായലിലേക്ക് കിടക്കണത്. നമുക്ക് അവിടെ കാഴ്ചകൾ കണ്ട് നൈസായിട്ട് നിൽക്കാം. ഞാൻ ഇവിടെ കണ്ടോ, ക്ലാസ്സിൽ നോക്കിയാൽ കാണാം. ഇപ്പം ആ ചെറിയ കനാലിൽ നിന്ന് നമ്മൾ വലിയൊരു കായലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ കായലിൽ കയറിയപ്പോൾ തന്നെ വലിയൊരു ബോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട്. അപ്പോൾ ഈ കാഴ്ച കണ്ട് നമുക്ക് നൈസായിട്ട് അവിടെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ദേ നമ്മുടെ സ്റ്റോപ്പ് എത്തിയുണ്ട്, നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നല്ല അത്യാവശ്യം നൈസ് തിരക്കുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. നമുക്ക് നൈസായിട്ട് പറഞ്ഞു. നമ്മുടെ മൈക്ക് പണി പാളിച്ചു, അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇത് മൈക്കിൻ്റെ ചാർജ് ചെയ്യുന്നത് അറിഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥയായി. നേരത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് അത്. നേരെ കാണുന്നത് തന്നെയാണ് ഡോഗീസ് പാലസ്. അപ്പോൾ അവിടേക്ക് നമുക്ക് നൈസായിട്ട് നടക്കാം. ഇവിടെ മൊത്തം മരം കൊണ്ടുള്ള പാലങ്ങളും നടപ്പാതകളൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നേരെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ നിന്നിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഡോഗീസ് പാലസിൻ്റെ സൈഡിലുള്ളൊരു കനാലാണ്. കാരണം മെയിൻലി ഇവിടെ ആൾക്കാർ വന്ന് ഇതുപോലത്തെ വഞ്ചികളിൽ സവാരി നടത്തുന്നതാണ് മെയിൻ പരിപാടി ഇവിടെ. നമ്മൾ ചോദിച്ചായിരുന്നു, അപ്പോൾ റൗണ്ട് അടിക്കുന്നതിന് 90 യൂറോ പറഞ്ഞു, 9,000 രൂപ. 9,000 രൂപ കൊടുത്ത് വഞ്ചി കയറേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ മാൾട്ടയിൽ നമ്മളിൽ കയാക്കുണ്ട്, അതിൽ പോകാമെന്ന് വെച്ച്. നമ്മളപ്പോൾ വഞ്ചിയുടെ സഞ്ചാരങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കി നൈസായിട്ട് അവിടെ കുറച്ച് നേരം നിന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാണാനായിട്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നവർ, നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വന്നിട്ട് വഞ്ചി കയറേണ്ട ആവശ്യമില്ലല്ലോ. അത് 9,000 രൂപ കൊടുത്ത് വഞ്ചി കയറേണ്ട ഒരു ആവശ്യമില്ല. അതാ ഇതുപോലുള്ള സാധനങ്ങളുടെ അടിക്കോട്ടൊക്കെ ഒരു വഞ്ചിയിൽ കൊണ്ടുപോകും. ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ റേറ്റ് അധികമാണ്. അതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ച്. ഇതാണ് നമ്മുടെ ഡോഗീസ് പാലസിൻ്റെ ഫുൾ വ്യൂ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് ചെന്നപ്പോഴേക്ക് ഒരു 6 മണി ആയിട്ടുണ്ടായി. അപ്പോൾ 6 മണി വരെ ഉള്ളൂ അകത്തേക്ക് പ്രവേശനം. അപ്പോൾ കയറിയാലും കാര്യമില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ തന്നെ ഇപ്പം അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ അകത്ത് കയറിയാലും കുറേ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്ത്. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. നമ്മൾ നൈസായിട്ട് അപ്പോൾ പുറത്തേക്കോടെ നടന്ന് എല്ലാം കണ്ട്, പിന്നെ ജനാലക്കടയൊക്കെ നൈസായിട്ട് നോക്കി. പിന്നെ ആ കാണുന്നത് പിയാസ മാർക്കോ എന്ന് പറഞ്ഞ സ്ഥലം ഒരു അടുപ്പിച്ച് തന്നെയാണ്. അതുപോലെ സെൻറ്റ് ബസിലിക്ക പള്ളി ഈ സൈഡിലുണ്ട്. ഈ 3 സ്ഥലങ്ങളും ഒരൊറ്റ ഫെറിയിൽ വന്ന് ഒരൊറ്റ സെയിം സ്റ്റോപ്പാണ്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടേക്ക് നടക്കണ്ട. അതാ കാണുന്നതാണ് പള്ളി. നമ്മളിതിൽ കൂടെ കുറേ തെണ്ടി തിരിഞ്ഞൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട്. വെയിലടാരായതുകൊണ്ട് ഇവിടെയൊക്കെ തളർന്നൊടിഞ്ഞു, വയ്യാണ്ടായി, വീട്ടിൽ പോകണം എന്നുള്ള വൈബായി. എന്തിനെവിടേക്ക് വന്നതെന്ന് വെച്ചുകൊണ്ട് അവിടെ പിടിച്ചിരുത്തി.
അപ്പോൾ ഇതിൽ കൂടെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്. നമ്മുടെ മാൾട്ടയിലെ വല്ലറ്റയിൽ കാണുന്ന പോലെ കുറേ പ്രാവുകളുണ്ട്. അതുപോലെ കുറേ പക്ഷികളുണ്ട്, മറ്റേ സീകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ല നൈസ് സ്പോട്ടൊക്കെയാണ്. പക്ഷേ വെയിൽ ആറിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് എൻജോയ് ചെയ്യാം. അല്ലാണ്ട് വെയിലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്യാവശ്യം നല്ല ചൂടാണ്. അത് ഈ കാണുന്നതാണ് സെൻറ്റ് ബസലിക്ക പള്ളി. അപ്പോൾ അതും നൈസാണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ള പള്ളിയുണ്ട്. അവിടുത്തെ പണികളൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇത് മെയിൻലി റോളക്സിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് ഈ സൈഡിൽ മൊത്തം ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോറൂംസും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ വരെ പോകുന്ന വെച്ചാൽ അങ്ങോട്ടും പോയി റോളക്സിൻ്റെ വാച്ചുകൾ കുറച്ച് കണ്ട് നൈസായിട്ട് അവിടെയും ചുറ്റിക്കറങ്ങി കിടന്നു. എന്തായാലും റോളക്സിൻ്റെ വാച്ചുകൾ കാണാതെ ഉള്ളൂ, വാങ്ങാനായിട്ടുള്ളൊരു സെറ്റപ്പ് ആയിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒരു നാൾ മേടിക്കാന്നുള്ളൊരു ഇതിൽ നൈസായിട്ട് സാധനങ്ങളൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്ന്. അതുപോലെ തന്നെ നടക്കുമ്പോൾ ഈ സൈഡിലും അവരുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. യൂസ്ഡ് റോളക്സിൻ്റെ വാച്ച് അതൊക്കെ ഇട്ട് എന്തായാലും സ്റ്റാർട്ടിങ് ഒരു 10 ലക്ഷം രൂപ ആ റേഞ്ചൊക്കെ വരും. അതുകൊണ്ട് എന്തായാലും നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം കണ്ടു അവിടെ നിന്നിട്ട്. കണ്ടില്ലേ, അത്യാവശ്യം അടിപൊളി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സൈഡിൽ യൂസ്ഡ് വാച്ചസ് ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ സ്ക്രാച്ച് പോലെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ അത്യാവശ്യം പഴയ മോഡലാണ് ഇരിക്കണത്, ഈ സെക്കൻഡ് ഇരിക്കണത് ഇത്. അപ്പം അതൊക്കെ നോക്കി നൈസായിട്ട് നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായി നേരെ നടക്കാന്ന് വെച്ചിട്ടുണ്ട. പഴയ പണികളുണ്ട, അത് സ്ട്രെയിറ്റ് ഒറ്റ വരെല്ലാം അത് മനോഹരമായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഉണ്ട് നൈസായിട്ട് അറ്റം വരെ അങ്ങ് നടന്ന്. അപ്പോൾ അവിടുത്തെ സൈഡിലുള്ള ഒരു ഐസ്ക്രീം കട ഉണ്ട്. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ആവുള്ളൂ. ഞാനൊരു സ്കൂപ്പ് ഐസ്ക്രീം മേടിച്ച് നൈസായിട്ട് അത് നിന്നുകൊണ്ട് കിടന്നു. അവൾ കിൻഡറിൻ്റെ ഫ്ലേവറും ഞാൻ ഏതാ പിസ്താച്ച് അതേതാണ് മേടിച്ചത്. റെക്കോർഡിങ് പോയതുകൊണ്ട് ഏതാ ഫ്ലേവർ എന്നുള്ളത് ഓർമ്മയില്ല. നൈസായിട്ട് ആ ഐസ്ക്രീം മേടിച്ച് ആ വെയിലത്ത് അതും കഴിച്ച് നൈസായിട്ട് നടന്നു ഇതികൂടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമിന് റേറ്റ് വരുന്നത് 3 യൂറോയാണ്. അപ്പോൾ 2 സ്കൂപ്പ് ഐസ്ക്രീം 6 യൂറോ 2 ഐസ്ക്രീമിന്. അപ്പോൾ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് വീണ്ടും ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നു. അല്ലാണ്ട് വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനില്ല, ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാനുള്ളൂ. അപ്പം ഇവിടുത്തെ ഈ കാഴ്ചയിലും കണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പടിയാവാം. അത് അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പം കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് 3 പ്ലേസാണ് ഇവിടെ ഉള്ളത്. അപ്പം അതും കണ്ട് നൈസായിട്ട് ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഐസ്ക്രീമിൽ നിന്നിട്ട് ഇവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവട്ടെ. അപ്പോൾ അതായത് നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പോവാം. അപ്പോൾ ഫെറിയുടെ അടുത്തേക്ക് പോകണം. മൈക്ക് നമ്മളെ ചതിച്ചു, മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞു, മൈക്ക് എടുക്കാൻ മറന്നും പോയി, അതുകൊണ്ട് മൂഞ്ചിപ്പോയി. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് നൈസായിട്ട് വീട്ടിലേക്ക് പോകാം. സൺസെറ്റ് 9 മണിയാവും രാത്രി. ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ. 3 മണിക്കൂറോടി പോസ്റ്റാണ്. അപ്പം നാളെ എങ്ങാനും വന്ന് കാണാമെന്ന് വിചാരിച്ചു സൺസെറ്റ്. അല്ലെങ്കിൽ നമ്മുടെ മൈക്ക് നമ്മളേന്ന് മൂഞ്ചിച്ച് ചാർജ് തീർന്നു പോയി. സെക്കൻഡറി മൈക്ക് എടുക്കാൻ മറന്നും പോയി. അപ്പോൾ കുറച്ച് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ഡബ് ചെയ്യേണ്ടി വരും. ഇവിടെ കുറേ തട്ടുകടകൾ പോട്ടെ, മറ്റേ ഈ സ്ട്രീറ്റിലെ കുറേ ഷോപ്പുകളുണ്ട്. വില കുറവിന് ടീഷർട്ടും തൊപ്പിയൊക്കെ കിട്ടുമെന്ന് പറയണം. പക്ഷേ അവിടെ തന്നെ കാര്യമുള്ളൂ ഇവിടെ. അപ്പോൾ ഏകദേശം അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നേരെ അടുത്ത ബോട്ട് കയറി നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം. നമ്മുടെ പ്യാസ സെൻറ്റ് മാർക്കോടും ഈ ഡോഗി പാലസിനോടും വിട പറഞ്ഞ് നമുക്ക് നൈസായിട്ട് ഹോട്ടലിലേക്ക് വാങ്ങിയ വേറെ ഏതെങ്കിലും ഒരു കൊല്ലം വീണ്ടും ഇവിടെ വന്ന് ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെങ്കിലും ബോട്ട് പിടിച്ച് വീട്ടിലേക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിച്ചില്ല. നാളെ പറ്റിയെങ്കിൽ ഒന്ന് കയറും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പടവ് കാണാനുള്ളൂ, അപ്പോൾ കാണുന്നില്ല. അപ്പോൾ തന്നെ ഈ വഞ്ചിയിൽ കയറാനായിട്ട് അവർ പറഞ്ഞ ചാർജ് 90 യൂറോയാണ് 2 പേര് കൂടി. അതായത് 9,000 രൂപ 2 പേർക്ക് കയറാനായിട്ട്. എത്ര 1/2 കിലോമീറ്ററിനാണ്ട്.
അപ്പം അത് വൻ നഷ്ടം. എൻ്റെ കയ്യിൽ മാൾട്ടയിൽ കയാക്ക് ഉണ്ട്, അപ്പോൾ അതിൽ പോകാമെന്ന് വെച്ചു. അപ്പം നേരെ നമുക്ക് ഇങ്ങനെ പോവാം. ബോട്ടിലേക്ക് പോണ വഴിക്കുള്ള സ്ഥലത്തിലെ ഫോട്ടോ ഷോപ്പുകളാണ്, ഫോട്ടോഷോപ്പ് ഷോപ്സാണ്. ആൻറ്റിക് ഐറ്റംസുകൾ, അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ കടകൾ, അതുപോലെ ഇവിടുത്തെ ക്ലോത്ത്സിൻ്റെ കടകൾ. അതും കടകൾ വെച്ചാറുണ്ടോ ഈ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. ദെൻ it was really nice to see like this. അവിടെ പോണ വഴിക്ക് ഇത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്, ഇതിൽ ആഡ് ചെയ്യാന്ന് വെച്ചു. പക്ഷെ വീഡിയോയുടെ ലെങ്ത് കൂടും, അതിന് മാത്രം കാര്യങ്ങളിവിടെ കാണിക്കാനുണ്ട്. പക്ഷെ then I need to make the video like 10 videos, like 10 minutes. It's not enough, but yeah, I can try it. So I just cut something from the video, then I will post it. ഇവിടെ കോട്ട് സൂട്ട്, ഗ്ലാസ് കൊണ്ട് വെച്ച വയലിൻ, അതുപോലെ വഞ്ചി, പുള്ള് ഒക്കെ ഉണ്ട്. വെള്ളം പെട്ടുമില്ലാതുണ്ട്. അവിടെയൊക്കെ ആ വ്യൂ ഒക്കെ നോക്കിയാൽ എന്നാ രസമാണെന്ന് നോക്കിയാൽ. അടിപൊളി സെറ്റപ്പ് വ്യൂ അല്ലാടി. മണം എൻ്റെ അമ്മയെ കൊച്ചിനെ ഒട്ടിക്കും മണം, ആ ജാതി മണവും. ഇന്ന് തന്നെ ഞാനായിട്ട് വന്നിട്ട് ദിസ് ടു മച്ച് സ്മെൽ ഹിയർ. കാര്യം ഇത് കനാലൊക്കെ ആയതുകൊണ്ട് മണം ഉണ്ടാവും. ആ പെണ്ണുമുള്ള ഇരിക്കണത് ഇത് കാണിക്കാണ്. ഇതാണ്ട കനാല്. അല്ല ഇവിടെ വേറെ കനാല്, ഇതാ അവിടെ വേറെ ഷോപ്പിംഗ് മാൾസ്. ഇറ്റ്സ് റിയലി നൈസ് പ്ലേസ് ടു വിസിറ്റ്. യാ, worth of money അല്ല? വാട്ട് യു തിങ്ക്? വീട്ടിൽ പോണോ? എനിക്ക് വീട്ടിൽ പോകണമെന്നത് വയ്യ. അവൾക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നപ്പോഴേക്കും അവൾക്ക് വയ്യാണ്ടായി. വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയായി. ഈ വഴിയല്ല, ആ വഴിയാണ്, അവിടെയാണ് ഇത്. ഞാൻ ചുമ്മാ ഈ കനാലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ കയറിയതാ. അപ്പോൾ നമുക്ക് വീണ്ടും പോവാം. നമ്മുടെ വൈഫ് ഒടിഞ്ഞത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. യാത്രകൾ അവസാനിക്കുന്നില്ല. ചെരുപ്പ് വേണോ? ചെരുപ്പൊക്കെ മാൾട്ടയൊന്നും റെഡിയാ, അവിടെ കൊള്ളില്ല. കേട്ടോ, ഈ ആടുന്ന വഞ്ചിയിൽ ഓടുന്ന കുതിര കേട്ടോ, വിഷയം സാധനങ്ങളാ. അതൊക്കെ അടിപൊളി അടാറ് ഐറ്റമാണ്. റഷ്യയൊന്നുമില്ല അല്ലത്. ഇവിടെ ഒക്കെ പേളും ഇതും ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാൾട്ടയിലാണെങ്കിൽ കഞ്ചാവിൻ്റെ ഇതിൻ്റെയൊക്കെ സംഭവമാണ്. ഇവിടെ ആണെങ്കിൽ മൊത്തം വഞ്ചിയും സാധനങ്ങളാണ് ഒരു കാണിച്ചാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ കണ്ട കുറേ താറാവുകൾ, സാധനങ്ങളുണ്ട് വേറെ കുറേ. ഓൾവേസ് യു ക്യാൻ സീ വൺ വഞ്ചി ഇൻ എവറി ഷോപ്സ്. വി ആർ ഗോയിങ് അഗൈൻ. പോണ വഴിക്ക് ഒക്കെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. വഞ്ചി കിടക്കണ ഇറ്റ്സ് എ നൈസ് വഞ്ചി. ഒരു കൂട്ടം ആൾക്കാരിൽ ഇരുന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കനാലസുകളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക അവരുടെ പോലെ. അതുപോലെന്നതാ നേരെ പോകുന്ന വഴിക്ക് again you can see some other shops. അതെ, നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ബോട്ടിലേക്ക് കയറിയുണ്ട്. ബോട്ട് എടുത്ത് ഇനി 6ാമത്തെ സ്റ്റോപ്പാണ്. ക്യാപ്റ്റൻ്റെ ക്യാബിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കണേ. ക്യാബിൻ ഞാൻ കാണിച്ചു തരാം നൈസായിട്ട്. ആള് വളരെ നൈസായിട്ടാണ് വണ്ടി ഓടിക്കണ, വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞ്. ഇനി ഒരു 10-20 മിനിറ്റത്തെ യാത്രയുണ്ട് ഹോട്ടൽ റൂമിലേക്ക്. നമുക്കിവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നൈസായിട്ട് നിൽക്കാം. എവിടെ നോക്കിയാലും ബിൽഡിങ് വിത്ത് വാട്ടർ. ആ സൈഡിൽ കൂടെ വേറെ ബോട്ടും ഉണ്ട്. വീട്ടിൽ നിന്ന് ഫ്രഷ് ആവണമെന്ന്, എന്നിട്ട് കുറച്ചു നേരം കിടക്കണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോകണം.
അതാ നമ്മൾ ബോട്ട് ഇറങ്ങി വീണ്ടും ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരാൾ രാവിലെ നടന്ന് ഒടിഞ്ഞു കുത്തി ചത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള വൈവായി. ഇവരെയൊക്കെ കൊണ്ട് ട്രിപ്പ് വന്ന അവളാണ് തല്ലാനായിട്ട്. എന്തേ ആ നടക്കണത് പിന്നെ വെറുതെ വേസിട്ട കാലിൽ നിന്ന് പോകാൻ പറ്റുമോ? ഈ 2 ദിവസം കൂടി ഉണ്ട് ഇവിടെ. എവിടേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കണേ. നിങ്ങൾ ആരെങ്കിലും ഇറ്റലിയിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ വന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം. വിഷയമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ അപ്പൊ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എത്തിയാൽ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാം. ഹോട്ടലിന്റെ അടുത്തുള്ള ബ്രിഡ്ജാണ് കനാൽ പസിൻ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് ഒരു 100-200 മീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലെത്തും. അധികം ദൂരമില്ല. നമ്മളുടെ ഹോട്ടലിലേക്ക് പോണ വഴി മൊത്തം ബ്ലോക്കാണ്. നമ്മള് നൈസായിട്ട് കുത്തിക്കയറി പോകേണ്ട വരും. ഇവരൊക്കെ എന്തോ സീനായിട്ട് നിൽക്കണം ഇവിടെ. നേരെ പോവാം. ഭാഗ്യം കൊണ്ട് അവർക്ക് ഒന്നുമില്ല, നമ്മൾ രക്ഷപ്പെട്ട് അവരിൽ നിന്നും വന്നു. ഇവന്മാര് നമ്മൾ പോയി പിന്നെ അടിക്കുന്നതാണല്ലോ. ഫൈനലി നമ്മുടെ ഹോട്ടലെത്തിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവസാനിച്ചു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.